I wandered lonely as a ഹായ് ഫ്രണ്ട്സ്, നമ്മൾ മനോഹരമായ ഡാഫോഡിൽസ് ആണ് ഈ കാണുന്നത്. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഡാഫോഡിൽസ് എന്ന ഒരു 4ാമത്തെ പാഠമായിട്ട് ആ പോയം ഇങ്ങനെ ശ്രദ്ധയിൽപ്പെടുന്നത്. അന്നത് പഠിച്ചപ്പം ഡാഫോഡിൽസ് ഇത്ര മനോഹരമാണെന്നൊന്നും അറിഞ്ഞിരുന്നില്ല. എന്നാൽ അതിനകത്തെ വരികൾ ഒക്കെ ഇപ്പോഴും അത് ബൈഹാർട്ടാണ്. വില്യം വേർഡ്സ്വർത്ത് 1800-കളിലാണ് ഇത് എഴുതുന്നത്. അദ്ദേഹം ഇംഗ്ലണ്ടിൽ തന്നെയാണ് ജനിച്ചത്. അദ്ദേഹം ഒരു വിഷാദത്തോടു കൂടി ഇതുപോലൊരു പാർക്കിൽ കൂടെ സഞ്ചരിക്കുമ്പോഴാണ് ഈ ഡാഫോഡിൽസ് കണ്ടപ്പോൾ അദ്ദേഹം ഇതെഴുതുന്നത്. അപ്പോൾ ഈ ഡാഫോഡിൽസ് കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ സങ്കടം മാറിയെങ്കിൽ അത് അത്ഭുതമൊന്നുമല്ല. എത്ര മനോഹരമായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. നമുക്കും ഇത് കാണുമ്പോൾ തന്നെ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ പാട്ടിൻ്റെ കുറച്ച് മലയാളം പരിഭാഷ ഞാൻ ഇത് കഴിഞ്ഞിട്ടിടാം. കുറച്ച് പറഞ്ഞല്ലോ, എനിക്ക് പാട്ട് പാടാൻ അംഗീകാരം വലിയ കഴിവൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് പാടി. താഴ്വരകൾക്കും മാമലകൾക്കും മീതെ ഉച്ചിയിൽ ഉലാത്തുന്ന കാർമുകിൽ പോലെ ഞാൻ ഏകാഗിയായി ഉലാത്തവേ, പൊയ്കതൻ ഓരമിൽ വൃക്ഷതൻ ചുവട്ടിൽ കണ്ടു ഞാൻ മാത്രയിലിതാ ഒരു വൃന്ദ സൗവർണ ഡാഫോഡിൽ മലരുകൾ ഇളങ്കാറ്റിൽ താരാട്ടിൽ തത്തിക്കളിക്കവേ നൃത്തം ചവിട്ടാതായി ആകാശഗംഗയിൽ വെട്ടിത്തിളങ്ങണം താരകങ്ങൾ. സമാനവേ കവി പാടിയ ഈ മുഴുവൻ ഗാനവും പാട്ടുകളും പാടുന്നില്ല. കുറച്ച് പാട്ടുകൾ നമുക്ക് ബാക്കി വെക്കാം വേറൊരു അവസരത്തിലേക്ക്. വേർഡ്സ്വർത്തിൻ്റെ ജീവിതത്തിൽ മനസ്സിനേറ്റ മുറിവിനെ അദ്ദേഹം ഒരു ഗാർഡനിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ, അദ്ദേഹം ഈ ഡാഫോഡിൽസ് കണ്ടപ്പോൾ ഈ പദ്യം എഴുതാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചതും അതിലൂടെ അദ്ദേഹത്തിൻ്റെ വേദന മാറിയതുമൊക്കെ നമ്മൾ ആ ഡാഫോഡിൽസിനകത്തൂടെ മനസ്സിലാക്കി. ഏതാണ്ട് 1800-കളിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയ ഡാഫോഡിൽസ് എന്ന ഇതിൻ്റെ ഒരു ചെറിയ വിവരണം തരാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്.